ഗാന്ധിജിയെ പൂർണ്ണമായിട്ടും ഗാന്ധിജിയായിട്ട് കാണാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അത്രയേറെ അഗാധതയും അത്രയേറെ നിഗൂഢതയും ഉള്ള ഒരു ജീവിതമാണ് ഗാന്ധിജി. ദർശനത്തെ മുഴുവനായി പഠിക്കാൻ, അത് ഗാന്ധിജിയുടെ ലിറ്ററേച്ചർ, ആയിരക്കണക്കിന് പേജുകൾ കിടക്കുന്ന ഗാന്ധിജിയുടെ എഴുത്തുകൾ മാത്രമല്ല, ഗാന്ധിജിയിൽ നമുക്ക് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്ന ആ പൊതുജീവിതം മാത്രമല്ല, ഗാന്ധി എന്ന വ്യക്തിത്വം മാത്രമല്ല, അതിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഗാന്ധിജിയുടെ സങ്കല്പങ്ങളെ മുഴുവനായിട്ടും ഇഴപിടിച്ചെടുക്കുക എന്ന് പറയുന്നത്, അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഭാഗത്ത് ഓരോ കഷ്ണം സ്വർണ്ണം നമുക്ക് കിട്ടും, ഒരു ഭാഗത്ത് ഒരു കൽക്കരി കിട്ടും എന്നല്ലാതെ ഇത് മുഴുവനായിട്ടും മുഴുവനായിട്ടും കിട്ടി എന്നൊരിക്കലും നമുക്ക് കണ്ടെടുക്കുക സാധ്യമല്ല. അപ്പം അതാണ് ഈ ഓരോ മാസത്തിലും നടക്കാൻ പോകുന്ന ഈ ഗാന്ധിയൻ പഠന ക്ലാസ്സുകൾ. കാണാൻ സാധിക്കില്ല എന്നുള്ളത്, ഞാനത് ഇദ്ദേഹത്തിന് ഒരു വലിയ ദൈവിക പരിവേഷം കൊടുക്കുകയല്ല എന്ന് വിചാരിക്കരുത്. അങ്ങനെ നമുക്ക് സ്പർശിക്കാൻ കഴിയാത്ത ഏതോ ഒരു ലോകത്ത് നിൽക്കുന്ന ആ അർത്ഥത്തിലല്ല. അദ്ദേഹത്തിൽ ആഴങ്ങളുണ്ടായിരുന്നതാണ്. സമുദ്രത്തെ പോലെ, ഖനികളെ പോലെ വലിയ ആഴങ്ങളെ സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ഗാന്ധി. ഈ ആഴങ്ങളെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അത്ര പെട്ടെന്ന് പോയിട്ട് നീന്തി തൊടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പഠനങ്ങൾ ആവശ്യമാണ് ഗാന്ധിയെ കുറിച്ച്. നമ്മൾ വേറെ യുഗത്തിൽ ജീവിക്കുന്നു, വേറെ സ്വാധീനങ്ങളാൽ നമ്മൾ നയിക്കപ്പെടുന്നു, പല ആശയഘടനയുള്ളവരാണ്. ഈ വൈവിധ്യത്തെ തന്നെയാണ് ഗാന്ധിജി അഭിമുഖീകരിച്ചത്. ഈ വൈവിധ്യം അതുപോലെ ഉണ്ടാവണമെന്നാണ് ഗാന്ധിജി നടത്തുന്ന പ്രവർത്തനം അതിലൂടെ വിഭാവനം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആളുകൾ കുറവായിരിക്കും ഗാന്ധിയുടെ ക്ലാസ്സുകളിൽ, കാരണം അത്രയും നമുക്കറിയാലോ അതിൻ്റെ ആളുകൾ കുറവാണെന്നുള്ളത് കൊണ്ട് അതിൻ്റെ പ്രസക്തി കുറവാണെന്ന് അർത്ഥമില്ല, പ്രസക്തി കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ആൾക്കൂട്ടം ഓടുന്ന വഴിയിലൂടെയല്ല നമ്മൾ ഓടുന്നത്, നമ്മൾ വേറെ വ്യത്യസ്തമായ ഒരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അർത്ഥം കൂടി അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് തുല്യതയുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാനും ഇതിനോടൊപ്പം ഉണ്ടാകുമെന്ന് നമുക്ക് നൽകുന്ന ഈ ഗാന്ധി പഠന ക്ലാസ് ഉദ്ഘാടിച്ചതാണ്. ഈ ഗാന്ധി സിനിമയിൽ വളരെ മനോഹരമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു നദീതീരത്ത് ഒരു നഗ്നയായ ഒരു സ്ത്രീ ഈ എഞ്ചിനെ കുളിപ്പിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സന്ദേശം നമ്മളകത്ത് കാരണം അതേപോലെ തന്നെയാണ് നമ്മളും ഗാന്ധിയെ ഉപയോഗിക്കുന്നത്. നമ്മളെ മനസ്സിലോ നമ്മുടെ കുടുംബത്തിലോ ഗാന്ധിയെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഇത്തരം സന്ദർഭങ്ങളിൽ ഗാന്ധിയെ പറ്റിയുള്ള ഒരു പഠന ക്ലാസ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഫിലിം സൊസൈറ്റിയുടെ പേരിൽ കാതറോടെ നന്ദി.